എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മോഹന സുരേഷ്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ BA മലയാളം കോഴ്സിൻ്റെ 3rd സെമ്മിലെ ഫസ്റ്റ് ബ്ലോക്കിലെ 5th യൂണിറ്റ് ആണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ആശയവിനിമയത്തിനുതകുന്ന അടിസ്ഥാന ഏകകത്തെയാണ് വാക്യം എന്ന് പറയുന്നത്. പൂർണ്ണമായ ആശയത്തിൻ്റെ ഏറ്റവും ചെറിയ ഏകകമാണ് വാക്യം. ആശയപൂർത്തിയുള്ള പദസംഘാതമാണ് വാക്യം. വാ, പോ തുടങ്ങിയ വാക്യങ്ങൾ ലുപ്തവാക്യങ്ങളാണ്. കർത്താവും ക്രിയയും മാത്രമുള്ള വാക്യങ്ങളാണ് ലഘുവാക്യങ്ങൾ. പദങ്ങളുടെ വാക്യത്തിനുള്ളിലുള്ള വ്യഞ്ജനവും പരസ്പര ബന്ധവും അവയുടെ ലീനധ്വനികളും ചേർന്ന പഠനമാണ് വാക്യവിചാരം. ഘടനയുടെ പൊരുത്തമാണ് വാക്യത്തിന് അർത്ഥം നൽകുന്നത്. ഘടനാപരമായി പൂർണ്ണമായവയെ പൂർണ്ണവാക്യങ്ങളെന്ന് പറയുന്നു. വ്യാകരണപരമായി സുഘടിതവും അർത്ഥപരമായി സ്വീകാര്യവും ആയ ആഖ്യാതത്തോടു കൂടിയ പദസംഘാതമാണ് വാക്യം. ബ്ലൂംഫീൽഡിന്റെ പ്രശസ്തമായ ഗ്രന്ഥമാണ് ഭാഷ, ലാംഗ്വേജ്. ആധുനിക ഭാഷാശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഫെർഡിനാൻഡ് ഡി സൊസ്യൂർ ആണ്. സൊസ്യൂറിന്റെ പ്രധാനപ്പെട്ട ഭാഷാശാസ്ത്ര ഗ്രന്ഥമാണ് എ കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ്. വ്യവസ്ഥാപൂർവമായ ഘടനയാണ് ഭാഷയുടെ പ്രത്യേകത. ഭാഷയുടെ പ്രയോഗങ്ങൾക്ക് ആധാരമായിട്ടുള്ള വ്യവസ്ഥയാണ് ഘടനാ സിദ്ധാന്തത്തിന്റെ ലക്ഷ്യം. ഭാഷയ്ക്ക് 2 പ്രതലങ്ങളുണ്ട്: ഉപരിതല ഘടനയും ആന്തരതല ഘടനയും. ബാഹ്യതലം അർത്ഥഗ്രഹണത്തിന് സഹായകമായ എല്ലാ ഉപാധികളും ഉൾക്കൊണ്ടതായിരിക്കുകയില്ല. ആന്തരരചനയിൽ നിന്ന് ബാഹ്യരചനയിലേക്കുള്ള പരിവർത്തനത്തെയാണ് രചനാന്തരണം എന്ന് പറയുന്നത്. ഭാഷാഘടകങ്ങളിൽ ഒന്നാമത്തേത് പദസംഘാതമാണ്. വ്യാകരണപൂർത്തിയുള്ള വാക്യങ്ങളിൽ ഒന്നിലധികം പദങ്ങൾ ചേർന്നിരിക്കും. അതായത് ആഖ്യയും ആഖ്യാതവും ഉണ്ടാകും. ഒറ്റപ്പദം കൊണ്ട് തന്നെ അർത്ഥപൂർണത വരുത്താനും സാധിക്കും. രണ്ടാമത്തേത് ആഖ്യാതത്വം ആണ്. ഉദ്ദേശങ്ങൾക്കനുസരിച്ച് ഭാഷണത്തിനുപയോഗിക്കുന്ന വാക്യത്തിന് രൂപഭേദം വന്നേക്കാം. ഈ ഉദ്ദേശ്യങ്ങളെ ധരിപ്പിക്കാൻ കഴിയുന്ന അവസ്ഥയ്ക്കാണ് ആഖ്യാതത്വം എന്ന് പറയുന്നത്. പദങ്ങളുടെ വാക്യത്തിനുള്ളിലുള്ള വ്യഞ്ജനവും പരസ്പര ബന്ധവും അവയുടെ ലീനധ്വനികളും ചേർന്ന പഠനത്തെയാണ് വാക്യവിചാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഘടനാബന്ധമാണ്. വാക്യത്തിലെ പദങ്ങൾക്ക് തമ്മിൽ ഘടനാപരമായ ബന്ധം ഉണ്ടാകേണ്ടതുണ്ട്. ഘടനയുടെ പൊരുത്തമാണ് വാക്യത്തിന് അർത്ഥം നൽകുന്നത്. ഘടന മാറിയാൽ അർത്ഥവും മാറും. ആഖ്യയും ആഖ്യാതവും ഇല്ലാത്തവയാണ് വ്യാക്ഷേപകങ്ങൾ. ലുപ്തവാക്യത്തിൽ ആഖ്യയുണ്ടാകില്ല. അടുത്തത് ആർത്ഥിക പൊരുത്തമാണ്. പദങ്ങളുടെ ക്രമം ശരിയായതുകൊണ്ടോ പദങ്ങൾ അർത്ഥവത്തായതുകൊണ്ടോ ആശയ സംവാദം സാധ്യമായെന്ന് വരില്ല. അതിന് അർത്ഥത്തിന്റെ യുക്തിഭദ്രമായ നില ആവശ്യമാണ്. വ്യാകരണപരമായി സുഘടിതവും അർത്ഥപരമായി സ്വീകാര്യവുമായ ആഖ്യാതത്തോടു കൂടിയ പദസംഘാതമാണ് വാക്യം. പ്രധാന സൈദ്ധാന്തികർ ലിയനാൾഡ് ബ്ലൂംഫീൽഡ്. ഭാഷാപരമായ അർത്ഥങ്ങളുടെ ചിഹ്നങ്ങളെല്ലാം ഭൗതിക ഘടകങ്ങളെ ആധാരമാക്കി വിവരിക്കാവുന്ന രൂപപരമായ വസ്തുതകളാണെന്നായിരുന്നു ബ്ലൂംഫീൽഡിന്റെ ഘടനാവാദത്തിന്റെ കാഴ്ചപ്പാട്. ഭാഷാ പ്രവർത്തനങ്ങൾക്ക് ശാസ്ത്രീയമായ അടിത്തറ പാകിയത് ബ്ലൂംഫീൽഡിന്റെ ഭാഷ എന്ന ഗ്രന്ഥമാണ്. വസ്തുനിഷ്ഠമായ നിരീക്ഷണങ്ങൾക്ക് അതീതമായ ഒന്നും തന്നെ ശാസ്ത്രീയ പ്രസ്താവങ്ങളിൽ അംഗീകരിക്കേണ്ടതില്ല എന്ന നിലപാട് ആദ്യമായി കൈക്കൊള്ളുകയും പ്രചരിപ്പിക്കുകയും ചെയ്തത് ബ്ലൂംഫീൽഡാണ്. നിഷ്കൃഷ്ടമായ വസ്തു സമാഹരണം, ഭാഷണത്തിലെ വിവിധ ഏകകങ്ങളുടെ വിതരണം സൂക്ഷ്മവും സമഗ്രവുമായി പരിശോധിച്ച് പരമാവധി ലളിതമായ വിതരണ നിയമങ്ങളിൽ എത്തിച്ചേരൽ, ഇതാണ് ബ്ലൂംഫീൽഡിന്റെ സിദ്ധാന്തം. അടുത്തത് നോം ചോസ്കിയാണ്. ഭാഷയെക്കുറിച്ചും ഭാഷയുടെ ശാസ്ത്രീയമായ വിശകലനത്തെക്കുറിച്ചുമൊക്കെ നിരന്തരം ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഭാഷാശാസ്ത്ര അന്തരീക്ഷത്തിലാണ് ചോംസ്കി വളർന്നു വന്നത്. സൊസ്യൂറിന്റെ നിലപാടുകൾ മറ്റൊരു നിലയിൽ വിശദീകരിക്കുകയാണ് ചോസ്കി ചെയ്തത്. ലാങ് പരോൾ ദ്വന്ദ്വം അപര്യാപ്തമാണെന്നറിഞ്ഞ് ഭാഷാവിജ്ഞാനം, ഭാഷാ നിർവഹണം എന്ന ദ്വന്ദ്വസങ്കല്പം അദ്ദേഹം ഘടനാത്മക ഭാഷാശാസ്ത്രത്തിനു മുമ്പിൽ അവതരിപ്പിച്ചു. ലാങ് സാമൂഹികതയിൽ ഊന്നുമ്പോൾ ഭാഷാവിജ്ഞാനം വൈയക്തികതയിലാണ് ഊന്നുന്നത്. അഗാധമായ ഘടനയിൽ നിറയുന്ന ഭാഷാ ആർജനത്തിന് ശേഷം മാത്രമേ ഉപരിഘടനയിലുള്ള ഭാഷാ നിർവഹണം സാധ്യമാകൂ എന്ന് അദ്ദേഹം വിലയിരുത്തുന്നു.
മൂന്നാമത്തെ ആൾ ഫെർഡിനാൻഡ് ഡി സൊസിയോർ ആണ്. ആധുനിക ഭാഷാശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സ്വിസ് ഭാഷാ പണ്ഡിതനാണ് സൊസിയോർ. ഘടനാത്മക സിദ്ധാന്തത്തിന്റെ പരിധികൾ വ്യക്തമാക്കിയത് സൊസിയോർ ആണ്. സൊസിയോറിന്റെ പ്രധാനപ്പെട്ട ഭാഷാശാസ്ത്ര ഗ്രന്ഥത്തിൽ പ്രധാനമായും ഭാഷയുടെ 3 സ്വഭാവങ്ങൾ പരിഗണിച്ചിട്ടുണ്ട്. ആശയവിനിമയോപാധി എന്ന നിലയിൽ, സാംസ്കാരിക പ്രതിഭാസമെന്ന നിലയിൽ, ഘടനാത്മകമായി, ബാഹ്യമായും ആന്തരികമായും ഭാഷകളെ സമീപിക്കാമെന്ന് സൊസിയോർ പറയുന്നു. സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, ഭൂമിശാസ്ത്ര പരിഗണനകളിലൂടെ ഭാഷയെ സമീപിക്കുന്നതാണ് ബാഹ്യമായ സമീപനം. ഭാഷയുടെ ആന്തരിക ഘടനയുടെ വസ്തുനിഷ്ഠമായ അപഗ്രഥനമാണ് ആന്തര സമീപനത്തിലുള്ളത്. പരസ്പര ആശ്രിതമായ വിഭിന്ന ചിഹ്നങ്ങളുടെ സാകല്യ ബന്ധ സ്വരൂപത്തെയാണ് വ്യവസ്ഥാപൂർണമായ ഘടന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2 തരം ബന്ധങ്ങളാണ് ഉള്ളത്: അക്ഷതല ബന്ധവും ലംബതല ബന്ധവും. വാക്യഘടനയിലെ ഘടകങ്ങൾക്കുള്ള അന്യോന്യ ബന്ധമാണ് അക്ഷതല ബന്ധം. വാക്യഘടനയിലെ ഓരോ ഘടകത്തിനും തുല്യധർമ്മങ്ങളുള്ള ഇതര ഘടകങ്ങളുമായുള്ള ബന്ധമാണ് ലംബതര ബന്ധം. ഘടനാത്മക ഭാഷാശാസ്ത്രത്തിന്റെ 4 അടിസ്ഥാന ധാരണകളാണ് ഭാഷ, ഭാഷണം, സൂചകം, സൂചിതം, ഏകകാലികം, ബഹുകാലികം, വിന്യസനപരം, സദൃശപരം എന്നിവ. അതിൽ ലാങ് പരോൾ എന്നത് ഭാഷ, ഭാഷണം തന്നെയാണ്. പരമ്പരാഗതവും വ്യവസ്ഥാപിതവുമായ ഭാഷണ മാതൃകകളുടെ കൂട്ടത്തെ സൊസിയോർ ഉപയോഗിച്ച സംജ്ഞയാണ് ലാങ്. മറ്റു വ്യക്തികൾ സംസാരിക്കുന്നത് മനസ്സിലാക്കാനും മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ സംസാരിക്കാനും വ്യക്തിയെ പ്രാപ്തനാക്കുന്നത് ലാങ് ആണ്. ഭാഷാ സമൂഹത്തിൽ നിന്ന് വ്യക്തി ബോധപൂർവമല്ലാതെ ആർജിക്കുന്ന ചില രീതികളുടെ കൂട്ടമാണ് ലാങ്. വ്യക്തിയുടെ ഭാഷണത്തിലൂടെ പ്രകടമാകുന്ന ഭാഷാ വസ്തുതയാണ് പരോൾ. വ്യക്തി സംസാരിക്കുന്നതിന്റെ ആകെ തുകയാണ് പരോൾ. വ്യക്തിയുടെ ബോധപൂർവമായ സൃഷ്ടിയാണ് പരോൾ അഥവാ ഭാഷണം. തികച്ചും വ്യക്തിഗതമായതുകൊണ്ട് പരോളിനെ ശാസ്ത്രീയ പഠനത്തിന് വിധേയമാക്കാൻ കഴിയുകയില്ല. സൂചകം, സൂചിതം. സൂചിപ്പിക്കപ്പെടുന്നത് എന്തോ അതാണ് സൂചകം. ശബ്ദം, ബിംബം, ആംഗ്യം എന്നിവയുടെ ഇന്ദ്രിയാനുഭൂതിപരമായ ബിംബമാണ് സൂചകം. മനസ്സിൽ തെളിഞ്ഞു വരുന്ന ആശയബിംബമാണ് സൂചിതം. ഭാഷയെ മുൻനിർത്തി ശബ്ദ ബിംബമാണ് സൂചകമെന്നും അത് കേൾക്കുമ്പോൾ മനസ്സിലുണ്ടാകുന്ന സങ്കല്പമാണ് സൂചിതമെന്നും സൊസിയോർ വിശദീകരിക്കുന്നു. ഏകകാലികം, ബഹുകാലികം. ഭാഷാ പഠനത്തിന് വ്യത്യസ്തമായ 2 രീതികളുണ്ട്. അതാണ് ഏകകാലിക പഠനവും ബഹുകാലിക പഠനവും. കാലത്തിന്റെ ഒരു പ്രത്യേക ബിന്ദുവിൽ നിന്നുകൊണ്ട് ഭാഷാ വസ്തുതകളെ ശാസ്ത്രീയമായി വിശകലനം ചെയ്യുന്നതിനെയാണ് ഏകകാലിക പഠനം എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു ഭാഷ അതിന്റെ ആവിർഭാവം തൊട്ട് പല ഘട്ടങ്ങളിലായി കൈവരിച്ച വികാസം, പദങ്ങളുടെ അർത്ഥങ്ങളിലും പ്രയോഗങ്ങളിലും വന്ന മാറ്റങ്ങൾ, ഭാഷയിലേക്ക് കടന്നു വന്ന പുതിയ പദങ്ങൾ, പുതിയ പ്രയോഗങ്ങൾ എന്നിവയെല്ലാം ബഹുകാലിക പഠനത്തിൽ പഠനവിധേയമാക്കുന്നു. വിന്യസനപരവും സദൃശ്യപരവും. ഘടനയുടെ ഉള്ളിൽ ഘടകങ്ങൾ വിന്യസിക്കുന്ന രീതിയാണ് വിന്യസനപരം എന്ന് പറയുന്നത്. വാക്യത്തിനു മുമ്പിൽ, പിമ്പിൽ, നടുവിൽ എന്നിങ്ങനെ പദങ്ങൾ വിന്യസിക്കുന്ന സമ്പ്രദായം ഇതിനുദാഹരണമാണ്. സദൃശ്യപരമായ ബന്ധങ്ങൾക്ക് സൊസിയോർ പറയുന്ന പേര് സഹവാസ ബന്ധങ്ങൾ എന്നാണ്. ഭാഷാ ശൃംഖലയിലെ ഏത് ഘടകവും ഭാഷയിലെ മറ്റ് ഏകങ്ങളെ സൂചിപ്പിക്കുന്നവയാണ്. ഈ ഘടകങ്ങൾ തമ്മിൽ രൂപത്തിലും അർത്ഥത്തിലും പരസ്പരം സാമ്യമുള്ളവയോ വ്യത്യാസമുള്ളവയോ ആയിരിക്കാം. പദങ്ങളുടെ അസാന്നിധ്യത്തിലുള്ള ബന്ധങ്ങളാണ് സാദൃശ്യപരങ്ങൾ. നിർമ്മിതിയിലുള്ള പദവും നിർമ്മിതിയിലില്ലാത്ത മറ്റു പദങ്ങളുമാണ് ഇവയിൽ ഉൾപ്പെടുന്നത്. വിവരണാത്മക രീതി. ആധുനിക ഭാഷാശാസ്ത്രത്തിലെ ഘടനാത്മക സമീപന രീതിയുടെ ശക്തമായ വക്താവാണ് ബ്ലൂംഫീൽഡ്. അദ്ദേഹത്തിന്റെ ഭാഷാ അപഗ്രഥന രീതിയെ വിവരണാത്മകം എന്ന് പറയാം. ഭാഷയിലെ അർത്ഥയുക്തമായ രൂപങ്ങളെ പരാശ്രിതം, സ്വതന്ത്രം എന്നിങ്ങനെ ബ്ലൂംഫീൽഡ് വിഭജിച്ചിരിക്കുന്നു. ഘടകം, വർഗം, സംഹിത എന്നീ സങ്കല്പനങ്ങളിലൂന്നിയാണ് വിവരണാത്മക നിയമങ്ങൾ നിർദ്ദേശിക്കപ്പെടുന്നത്. ഘടകത്തെ സന്നിഹിതം, അന്തിമം എന്നിങ്ങനെ വിഭജിക്കുന്നു. ഇതിൽ അന്തിമ ഘടകങ്ങളാണ് രൂപിമങ്ങൾ. ഭാഷയിലെ പ്രയോഗതല വസ്തുതകളെ വ്യവസ്ഥീകരിക്കാനുള്ള ഒരു രീതിയാണ് വിവരണാത്മക പദ്ധതി. ഘടനാത്മക ഭാഷാശാസ്ത്രത്തിന്റെ അടിസ്ഥാന ധാരണകളിലൂന്നിയാണ് വിവരണാത്മക ഭാഷാശാസ്ത്രം നിലകൊള്ളുന്നത്. ഇത് വ്യത്യസ്ത ഭാഷകളുടെ ഘടനകൾക്ക് വ്യത്യസ്തതയുണ്ടാക്കുന്നു. സ്വനതലം, രൂപതലം, വാക്യതലം എന്നീ അവസ്ഥകളിലൂന്നിയാണ് വ്യവസ്ഥകൾ രൂപീകരിക്കുന്നത്.
ഉപയോഗിക്കുന്നത്. അതോടൊപ്പം വ്യത്യയം, പൂരകബന്ധം, സ്വതന്ത്ര പരിവർത്തനം എന്നീ ആശ്രിത ബന്ധങ്ങളിലും ഒന്നുണ്ട്. ഭാഷാമാത്രകളുടെ വിതരണ സ്വഭാവം നിർണയിക്കുന്നത് ഘടകങ്ങളുടെ അർത്ഥ വ്യാവർത്തന ശേഷിയാണ് വിവരണാത്മക പഠനം ശ്രദ്ധിക്കുന്നത്. ഘടനാത്മക സമീപന രീതികൾ വ്യക്തമായി നിർണയിക്കാവുന്ന ഏകകങ്ങളുടെ വ്യവസ്ഥാപൂർണമായ സംയോജനമാണ് ഘടന. ഭാഷയ്ക്ക് 3 തലങ്ങളുണ്ട്: സ്വനതലം, പദതലം, വാക്യതലം. ഓരോ തലത്തിലും വ്യക്തമായ ഘടനയുമുണ്ട്: സ്വനഘടന, രൂപഘടന, വാക്യഘടന. ഭാഷാഘടന എന്നാൽ ഈ 3 ഘടകങ്ങളുടെയും സാകല്യ പൊരുത്തമാണ്. പ്രധാനപ്പെട്ട ഘടനാത്മക സമീപന രീതികൾ: 1. സന്നിഹിത ഘടന അപഗ്രഥനം. വാക്യഘടനയുടെ അപഗ്രഥനത്തിന് ബ്ലൂംഫീൽഡ് അവതരിപ്പിച്ച ഒരു രീതിയാണ് സന്നിഹിത ഘടനാ അപഗ്രഥനം. ഉച്ചരിക്കപ്പെടുന്ന വാക്യങ്ങളെ സാധ്യമാകുന്നിടത്തോളം ചെറിയതും അർത്ഥവത്തുമായ ഘടകങ്ങളാക്കി അപഗ്രഥിക്കുക എന്നതാണ് ഇതിന്റെ രീതി. പദ സംഹിത രചന വ്യാകരണം. ഇതിൽ വാക്യത്തെ അടിസ്ഥാന ഘടകങ്ങളാക്കി വിഭജിക്കുന്നതോടൊപ്പം വാക്യ നിയമങ്ങളെ കൂടി ഉൾപ്പെടുത്തുന്നു. ഒരു പ്രത്യേക വാക്യത്തെ ഒരു പ്രത്യേക വ്യാകരണത്തെ ആസ്പദമാക്കി ആര് വിവരിച്ചാലും വിവരണം ഒരുപോലെ ആയിരിക്കണമെന്ന് ചോംസ്കി നിഷ്കർഷിക്കുന്നു. രചനാന്തരണ പ്രജനക വ്യാകരണം. 1957 ഹാരിസിന്റെ ശിഷ്യനായ നോം ചോസ്കിയാണ് രചനാന്തരണ പ്രജനക വ്യാകരണത്തെ ഒരു സിദ്ധാന്തമായി ആവിഷ്കരിച്ചത്. ഇതിന്റെ അടിസ്ഥാന സങ്കല്പനങ്ങൾ: 1. ഭാഷാർജനം 2 തരത്തിലാണ്: ജൈവികമായി നമുക്ക് കൈവരുന്ന ഭാഷാജ്ഞാനം, അത് കഴിഞ്ഞ് നാം പഠിച്ചെടുക്കുന്ന ഭാഷാ അർജനം. രണ്ടാമത്തേത് ഭാഷയിലൂടെയുള്ള ആശയ സംവേദനത്തിന്റെ മുഖ്യ പ്രക്രിയ ആശയങ്ങളെ ഭാഷാ ചിഹ്നങ്ങളാക്കുന്നതും ഭാഷാ ചിഹ്നങ്ങളെ ആശയങ്ങളാക്കുന്നതുമാണ്. ഇവ രണ്ടും മാനസിക വൃത്തികളാണ്. അതുകൊണ്ട് ഭാഷാ പഠനം മനഃശാസ്ത്ര പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഠിക്കേണ്ടതാണ്. മൂന്നാമതായി, ഓരോ വ്യക്തിയിലും താൻ ഉപയോഗിക്കുന്ന ഭാഷയുടെ ആന്തരിക വ്യവസ്ഥകൾ അന്തർലീനമായി കിടക്കുന്നു. ആ അവബോധമാണ് ഭാഷാജ്ഞാനം. നാലാമത്, ഭാഷ പ്രയോഗിക്കുന്നവരിലെല്ലാം ഭാഷാജ്ഞാനം ലീനമായി കിടപ്പുണ്ട്. അത് എല്ലാ ഭാഷകരിലും ഒരുപോലെ അല്ല സ്ഥിതി ചെയ്യുന്നത്. തന്നിലുള്ള ഭാഷാജ്ഞാനത്തിന്റെ സ്വഭാവം വ്യക്തമാക്കുകയാണ് ഓരോ ഭാഷകനും ചെയ്യുന്നത്. അത് വിശകലനം ചെയ്ത് വ്യക്തമാക്കുകയാണ് ഭാഷ അപഗ്രഥനത്തിൽ ചെയ്യുന്നത്. അഞ്ചാമത്, ഭാഷയുടെ വിതരണ സാധ്യതയുള്ള എല്ലാ വാക്യങ്ങൾക്കും വിശദീകരണം നൽകാൻ വ്യാകരണത്തിന് കഴിയണം. ആധാര വ്യവസ്ഥകളിൽ നിന്ന് ഭാഷാ പ്രയോഗങ്ങളെ ജനിപ്പിക്കുന്നത് എങ്ങനെയെന്ന രീതി സ്വീകരിച്ചതുകൊണ്ടാണ് ഈ രീതിയെ പ്രജനക വ്യാകരണമെന്ന് പറയുന്നത്. ഒരേ ആശയം ഒന്നിലധികം തരത്തിൽ ആവിഷ്കരിക്കാൻ കഴിയുന്നതാണ് രചനാന്തരണം. വ്യവസ്ഥയെ ആധാര സംരചനയിൽ നിന്ന് പ്രയോഗം എന്ന ബാഹ്യ സംരചനയിലേക്ക് മാറ്റുന്നതിനെയാണ് രചനാന്തരണം എന്ന് വിളിക്കുന്നത്. ഉദാഹരണം: ഞാൻ ഓടി വന്നു. ഇതിനെ ഞാൻ ഓടിയാണ് വന്നത്, ഓടി വന്നതാണ് ഞാൻ, ഓടിയാണ് ഞാൻ വന്നത്. ഇങ്ങനെ ചെറിയ അർത്ഥഭേദത്തോടെ നമുക്ക് ആവിഷ്കരിക്കാം. ആദ്യത്തേതിന്റെ രചനാന്തരണങ്ങളാണ് പിന്നീട് പറഞ്ഞ 3. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.